ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അതായത് ടെക്നീഷ്യൻ അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നാഷണൽ സയൻസ് സെൻറ്റർ ഡൽഹിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യനായിട്ട് 18 വേക്കൻസീസ് ആണ്, 18 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അത് ഓരോ യൂണിറ്റുകളിലേക്കാണ്. ഫസ്റ്റ് നാഷണൽ സയൻസ് സെൻറ്റർ ഡൽഹിയിലേക്ക് 12 നമ്പർ ഓഫ് പോസ്റ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് റീജിയണൽ സയൻസ് സിറ്റി ലക്നൗ, അതേപോലെ നെക്സ്റ്റ് കുരുക്ഷേത്ര പനോരമ ആൻഡ് സയൻസ് സെൻറ്റർ കുരുക്ഷേത്ര, ഒരു വേക്കൻസിയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 12 നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള നാഷണൽ സയൻസ് സെൻറ്റർ ഡൽഹിയിലേക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് UR കാറ്റഗറിക്ക് 7 നമ്പർ ഓഫ് വേക്കൻസീസും STക്ക് 1, OBCക്ക് 2, EWSന് 2 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ പെയിൻറ്ററിന് 1 വേക്കൻസി, ഇലക്ട്രോണിക്സിന് 2 വേക്കൻസി, ഫിറ്ററിന് 4 വേക്കൻസി, കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിങ്ങിന് 1 വേക്കൻസി, കാർപ്പൻ്ററിന് 2 വേക്കൻസി, അങ്ങനെയാണ് നോട്ടിഫിക്കേഷനിൽ ഓരോ വേക്കൻസീസും വന്നിരിക്കുന്നത്. അതേപോലെ റീജിയണൽ സയൻസ് സിറ്റി ലക്നൌവിലേക്ക് വന്നിരിക്കുന്നത് OBCക്ക് 2, EWSന് 1, URന് 2, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, കാർപ്പൻ്റർ, പെയിൻറ്റർ എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെവൽ 2 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അത് 19,900 മുതൽ 63,200 രൂപ വരെയാണ് വരുന്നത്. അതേപോലെ ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് അലവൻസുകളും കാര്യങ്ങളും ഒക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇതിൽ ആഡാവാറുണ്ട്. അങ്ങനെ നമ്മൾ അലവൻസുകളും കാര്യങ്ങളൊക്കെ നോക്കി ആഡായി വരുമ്പോൾ നമുക്ക് 38,908 രൂപ വരെ സ്റ്റാർട്ടിങ്ങിൽ ഡൽഹിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ലക്നൗ ആകുമ്പോൾ 36,918 കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന അലവൻസുകളിലും മാറ്റങ്ങളുണ്ടാവും. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് SSC ഓർ മെട്രിക്കുലേഷൻ വിത്ത് സർട്ടിഫിക്കറ്റ് ഫ്രം ITI ഓർ ഇക്വലന്റ് ഇൻ റിലവൻറ്റ് ഡിസിപ്ലിൻ. അതേപോലെ മസ്റ്റ് ഹാവ് 1 year എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ സർട്ടിഫിക്കറ്റ് ഫോർ ദ കോഴ്സ് ഡ്യൂറേഷൻ ഓഫ് 2 years. For candidates obtaining certificates of 1 year course duration, 2 years relevant experience after obtaining the certificate. അതായത് നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും, അതായത് നിങ്ങൾ ITI സർട്ടിഫിക്കറ്റ് 2 വർഷത്തെ കോഴ്സാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസും, അതേപോലെ 1 വർഷത്തെ കോഴ്സാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് 35 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസികളെ പറ്റി പറയുവാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനായിട്ട് 1 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണ് വന്നിരിക്കുന്നത്. UR കാറ്റഗറിക്കാണ് ആ ഒരു നമ്പർ ഓഫ് വേക്കൻസി വന്നിരിക്കുന്നത്. അത് റീജിയണൽ സയൻസ് സിറ്റി ലക്നൌവിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ്. ലെവൽ 5 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും അലവൻസുകളും കാര്യങ്ങളും ഒക്കെ ആഡായിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എയുടെ ഡിപ്ലോമ കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടാവണം നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ ഏജ് ലിമിറ്റും 35 വയസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ 885 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതായത് 780 രൂപ ഫീസും 18% GSTയും വരുന്നുണ്ട്. അതേപോലെ വുമൺ, SC, ST, PWD, എക്സ് സർവീസ്മാൻ എന്നുള്ളവർക്ക് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇതിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/8/2025 ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും 30/8/2025 തന്നെയാണ്. നമുക്ക് ഫീ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതല്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഒന്നുകൂടെ നോട്ട് ചെയ്തോളുക, 30/8/2025 ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫീ പേയ്മെൻറ്റും കറക്റ്റായിട്ട് പേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 30/8/2025 ആണെന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.